Now coming on to module 4. Module 4 nathe രണ്ട് topic ആണ് mainly വരുന്നത്. ഒന്ന് consumer behavior, രണ്ട് product life cycle. അപ്പോൾ consumer behavior എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൺസ്യൂമറിന്റെ ബൈയിങ് പാറ്റേൺസിനെ ഡിപെൻഡ് ചെയ്യുന്നത്. അപ്പം അതാണ് കൺസ്യൂമർ ബിഹേവിയറിനകത്ത് വരുന്നത്. സെക്കൻഡ് കൊണ്ട് വരുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പോകുന്നത്, അതിന് ഓരോ ലൈഫ് സൈക്കിളും എന്താണ് അവർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതാണ് മോഡ്യൂൾ 4 മെയിൻ ആയിട്ട് വരുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ മെയിൻലി 4 ടൈപ്പ് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് കൾച്ചറൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ സോഷ്യൽ ഫാക്ടേഴ്സ്, തേർഡ് വൺ പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതിൽ കൾച്ചറൽ ഫാക്ടേഴ്സിനെ തന്നെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൾച്ചറൽ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ് ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റഫറൻസ് ഗ്രൂപ്പ്, ഫാമിലി, സൊസൈറ്റൽ റോൾ സ്റ്റാറ്റസ്. പേഴ്സണൽ ഫാക്ടേഴ്സിനെ ഏജ്, പർച്ചേസിംഗ് പവർ, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ കൺസ്യൂമർ ബിഹേവിയേഴ്സിന്റെ ഫസ്റ്റ് ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഹൗ ദ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് അഫക്ട് ദ കൺസ്യൂമർ ബിഹേവിയേഴ്സ്. അതിനകത്ത് തന്നെ 4 കാറ്റഗറി ഉണ്ട്. കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ് ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ്. എങ്ങനെയാണ് നമ്മുടെ കൾച്ചർ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഓരോ രാജ്യങ്ങളെടുത്ത് തന്നെ ഇന്ത്യയിലെ ബൈയിങ് കൾച്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ യൂറോപ്പിലെ ബൈയിങ് കൾച്ചർ, അമേരിക്ക, അപ്പം അങ്ങനെ ഓരോ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പം ഹൗ ദ കൾച്ചർ ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ബിഹേവിയർ. സെക്കൻഡ് വന്നത് സബ് കൾച്ചർ. കൾച്ചർ ഉണ്ട്, അതിന്റെ സെക്കൻഡ് അല്ല അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നതാണ് സബ് കൾച്ചർ. ഇപ്പൊ നമുക്ക് വിത്തിൻ ഇന്ത്യയിൽ തന്നെ ഒരു ബൈയിങ് ബിഹേവിയർ ഉണ്ട്. അപ്പം ആ വിത്തിൻ ഇന്ത്യയിൽ തന്നെ ഒരു ബൈയിങ് ബിഹേവിയർ ഉള്ളപ്പം അതിനകത്ത് ഒന്ന് സബ് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പൊ ഇന്ത്യയിലെ ഡിഫറെന്റ് സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിനകത്ത് ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് കൾച്ചേഴ്സ് ആയിരിക്കും. ഇപ്പം ഒരു നോർത്ത് സ്റ്റേറ്റിലെ നോർത്തേൺ സൈഡിലെ ഒരു സ്റ്റേറ്റിലെ ബൈയിങ് കൾച്ചർ ആയിരിക്കത്തില്ല സദേൺ സ്റ്റേറ്റിലെ. ദാറ്റ് ഇസ് സബ് കൾച്ചർ. The group of people who share the same values based on common experience and similar lifestyle. പിന്നെ വരുന്നത് സോഷ്യൽ ക്ലാസ് ആണ്. അതും ഒരു കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് സോഷ്യൽ ക്ലാസ്സിൽ സോഷ്യൽ ഹൈറാർക്കി ഉണ്ട്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. ഈ 3 കാറ്റഗറിയിലെയും ബൈയിങ് ബിഹേവിയേഴ്സ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന കൾച്ചറൽ ട്രെൻഡ്സ് ആണ്. ഒരു സിമിലർ ഏരിയയിലെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ട്രെൻഡ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആ ട്രെൻഡിനെ ബേസ് ചെയ്ത് നമ്മൾ അറിയാതെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ആ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ബൈയിങ് ബിഹേവിയർ പോകുന്നതിനെയാണ് കൾച്ചറൽ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പം ആ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഡ്രസ് കോഡ്, ആ ഡ്രസ് കോഡ് നമ്മളെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുക. ഇപ്പം പ്രേമം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ എല്ലാവരും ബ്ലാക്ക് മുണ്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് കോളേജിൽ വന്നു. അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ആ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാകുന്നതിനെയാണ് കൾച്ചറൽ ട്രെൻഡ്സ്. ഒരു ട്രെൻഡ് സെറ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ബൈയിങ് ബിഹേവിയറിലെ ചേഞ്ചസ്. സെക്കൻഡ് വണ്ണാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. റെഫറൻസ് ഗ്രൂപ്പ്, ഫാമിലി ആൻഡ് സോഷ്യൽ റോൾ ആൻഡ് സ്റ്റാറ്റസ്. അതിൽ റെഫറൻസ് ഗ്രൂപ്പ് നമ്മൾ ദ സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് വൺ ബിലോങ്സ് ആൻഡ് വിച്ച് ഗെറ്റ് ഇൻഫ്ലുവൻസ്. നമ്മളുടെ സോഷ്യൽ ഗ്രൂപ്പ്, നിങ്ങൾക്ക് കോളേജ് എടുക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ, നിങ്ങളുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. നിങ്ങളുടെ ബൈയിങ് ബിഹേവിയറിനെ നോർമലി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുക, അപ്പം ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും ഏതാണ് മേടിക്കേണ്ടത്. ഒരു ഫോൺ എടുക്കാൻ പോവുക, ഏത് ഫോണാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അവരുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും നിങ്ങളുടെ ബൈയിങ് ബിഹേവിയറിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ്, ചില സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ബൈയിങ് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാമിലി ആയിരിക്കും. അതിനകത്ത് തന്നെ കൺസ്യൂമർ ബൈയിങ് റോൾസ് ഉണ്ട്. അപ്പം ബൈയിങ് റോൾസ് എന്ന് പറയാം ഒരു 5 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 5 ടൈപ്പ് ആണ് കസ്റ്റമറിന്റെ ബൈയിങ് റോൾ വരുന്നത്. ഒന്ന് ഇനിഷ്യേറ്റർ, സെക്കൻഡ് ഇൻഫ്ലുവൻസർ, ദെൻ ഡിസൈഡർ, ദെൻ ബയർ ആൻഡ് യൂസർ. ഇനിഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ഹൂ സജസ്റ്റിംഗ് ദ ഐഡിയ ഓഫ് ബൈയിങ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂസ് വ്യൂ ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ഡിസിഷൻ. തേർഡ് വൺ വന്നാൽ ഡിസൈഡർ, പേഴ്സൺ മേക്കിംഗ് ബൈയിങ് ഡിസിഷൻ, വെദർ ടു ബൈ, വാട്ട് ടു ബൈ ആൻഡ് വെയർ ടു ബൈ. ദെൻ വരുന്ന ബയർ, person who makes actual purchase. Then user, the person who consumes the product. For example, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വേണം, നിങ്ങൾക്ക് ഒരു പുതിയ
ബൈക്ക് വേണം. സോ ബൈക്ക് നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഇടുന്നു. മേടിക്കാൻ പ്ലാൻ ഇട്ടതും ബൈക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ അവതരിപ്പിക്കണം, പ്രോഡക്റ്റ് മേടിക്കണം. സോ ഐഡിയ സജസ്റ്റ് ചെയ്യുന്ന ഐഡിയ ഓഫ് ബൈയിങ് എ ബൈക്ക് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഐഡിയയുടെ ഒരു ബൈയിങ്ങിന്റെ ഇനിഷ്യേറ്റ് ചെയ്തത് നിങ്ങളാണ്. ദെൻ ഇൻഫ്ലുവൻസർ, ഹു ഇൻഫ്ലുവൻസസ് ദ ബൈയിങ് ബിഹേവിയർ. ഇപ്പം നിങ്ങൾ ബൈയിങ് ഒരു വീട്ടിലെ ബൈയിങ് നടത്തുന്നത് നോർമലി ഫാദർ ആയിരിക്കും. അപ്പം ഫാദറിനോട് പറയണം. ഫാദറിനോട് മോസ്റ്റ് പ്രോബ്ലി ആരും ഡയറക്റ്റ്ലി പോയി പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ യു ഫൈൻഡ് ആൻ ഇൻഫ്ലുവൻസർ. ഇറ്റ് ക്യാൻ ബി മദർ ഓർ സിസ്റ്റർ ഓർ ബ്രദർ, ആരെങ്കിലും ആവാം. നിങ്ങൾ ആ പ്രോഡക്റ്റ് ഫാദറിൻ്റെ അടുത്ത് ഈ സാധനം ഒന്ന് അവതരിപ്പിക്കണം. സോ ഈസ് ദ ഇൻഫ്ലുവൻസർ, ദ പേഴ്സൺ ഹൂസ് വ്യൂ ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ഡിസിഷൻ. നിങ്ങൾ പയ്യെ അമ്മയെ പോയി കണ്ടു, അമ്മ പയ്യെ ഫാദറിൻ്റെ അടുത്ത് പോയി പറയുന്നു. തേർഡ് വരുന്നത് ഡിസൈഡറാണ്. ഹു ഡിസൈഡ്സ് വെദർ ടു ബൈ, വാട്ട് ടു ബൈ ആൻഡ് വെയർ ടു ബൈ. അത് ഫാദർ ആയിരിക്കാം. ഫാദർ ആയിരിക്കും നിങ്ങളുടെ ബൈയിങ് ഡിസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ബയറാണ്. ആരാണ് അത് മേടിക്കുന്നത്? അപ്പോൾ അതിന് പൈസ തരുന്നത് ഫാദർ ആയിരിക്കാം. സോ ഫാദർ ഇസ് എ ബയർ. ദെൻ ഫൈനലി യൂസർ. ഫാദർ വണ്ടി മേടിച്ചു തന്നു. ഹൂ ഇസ് ദ ഫൈനൽ യൂസർ? നിങ്ങളായിരിക്കും അത് യൂസ് ചെയ്യുന്നത്, ദ പേഴ്സൺ ഹു കൺസ്യൂംസ് ദ പ്രോഡക്റ്റ്. അപ്പം അങ്ങനെയാണ് ബൈയിങ് റോൾസ് വരുന്നത്. ഇനിഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ഡിസൈഡർ, ബയർ ആൻഡ് യൂസർ. Then next വരുന്നത് social roles and status. The set of attitudes and activities that an individual have according to his profession and his work position at work. നമ്മുടെ വർക്കിംഗ് പൊസിഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം ഒരു ഡോക്ടർ ഒരു കാർ എടുക്കാൻ പോകും. നോർമലി ഹി വിൽ നോട്ട് പ്രിഫർ ഒരു മാരുതി ഓൾട്ടോയോ അങ്ങനത്തെ വണ്ടി നോർമൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്തില്ല. ഹി വിൽ ബി പ്രിഫറിങ് എ ഹൈ ക്ലാസ് വെഹിക്കിൾ that suits its profession. കാണുമ്പോൾ ഒരു അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള വെഹിക്കിൾ ആയിരിക്കും അവർ ബൈ ചെയ്യുന്നത്. ദാറ്റ്സ് ദ സോഷ്യൽ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഹൗ ദ പേഴ്സണൽ ഫാക്ടർ, ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഏജ്. ഏജ് ആൻഡ് വേ ഓഫ് ലൈഫ്. ഹൗ ദ ഏജ് ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ഡിസിഷൻ. ഇപ്പം നമ്മൾ ഒരു 15 അല്ലെ 18 വയസ്സുള്ളപ്പോൾ മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല 30 വയസ്സുള്ളപ്പോൾ മേടിക്കുന്നത്. ആ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല ഒരു 80 വയസ്സുള്ളപ്പം അല്ലെങ്കിൽ 60 to 80 ഇയേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ മേടിക്കുന്നത്. ദ ചേഞ്ചസ്. ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കാം. നമ്മൾ ഒരു 18 ഇയേഴ്സിൽ നമ്മൾ മേടിക്കുന്ന ഒരു ബോഡി ഫിറ്റ് ടൈറ്റ് ഷർട്ട് ആയിരിക്കും. 30 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നോർമലി നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആവും. സോ വി ഗോ ബാക്ക് ടു ദ ഫോർമൽ വേഴ്സ്. അതുപോലെ ഒരു ഏജ് 60 ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ട് നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ബൈയിങ് ബിഹേവിയേഴ്സ് പോകുന്നത്. നെക്സ്റ്റ് ഈസ് പർച്ചേസിങ് പവർ ആൻഡ് റവന്യൂ. ദ അഫോർഡബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ അത് പേഴ്സണലാണ്. ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹം കാണാം, പക്ഷെ മേടിക്കാൻ പൈസ ഉണ്ടാകത്തില്ല. സോ ദാറ്റ് ഇസ് ദ പേഴ്സണൽ ഫാക്ടർ ദാറ്റ് അഫക്ട്സ് ദ ബൈയിങ് ബിഹേവിയർ. ദെൻ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, വാല്യൂസ്, ഒപ്പീനിയൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നോർമലി നമ്മുടെ ബൈയിങ് ബിഹേവിയർ പോകും. ദെൻ പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറിന്റെ കേസ്, ദ പേഴ്സണാലിറ്റി അഫക്ട്സ് ദ ബൈയിങ് ബിഹേവിയർ. ഒരു ഡോക്ടറിന്റെ ബൈയിങ് ബിഹേവിയറും ഒരു ടീച്ചറിന്റെ ബൈയിങ് ബിഹേവിയറും ഒരു ബാങ്ക് എംപ്ലോയിയുടെ ബൈയിങ് ബിഹേവിയറും ഒരു സോഷ്യൽ പെർഫോമർ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറിന്റെ ബൈയിങ് ബിഹേവിയറും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ദ പേഴ്സണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ ബൈയിങ് ബിഹേവിയർ. Psychological factors that affect the buying behavior. Psychological factorsനകത്ത് 4 സബ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അതിൽ ഫസ്റ്റ് വൺ മോട്ടിവേഷൻ. വാട്ട് ഡ്രൈവ്സ് കൺസ്യൂമേഴ്സ് ടു ഡെവലപ്പ് എ പർച്ചേസിംഗ് ബിഹേവിയർ. അപ്പം എന്താണ് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്? സംടൈംസ് ഇപ്പം നമുക്കൊരു ടി വിക്കകത്ത് ഒരു പരസ്യം കാണാം. ഇപ്പം ചിക്കിങ്ങിൻ്റെ ഒരു പരസ്യം, ചിക്കിങ്ങിൻ്റെ പുതിയൊരു പിസ്സ അവർ പുതിയതായിട്ട് പ്രോഡക്റ്റ് ഇറക്കി. സോ ഒരു ആഡ്, സോ ആ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ദാറ്റ് ഇസ് ദ മോട്ടിവേഷൻ ഓഫ് ബൈയിങ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പം എന്താണ് ഒരു കസ്റ്റമറിൻ്റെ മോട്ടിവേഷനെ അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിനെയാണ് ദ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണ്. The process through which an individual selects, organizes
and interprets the information he receives in order to do something that makes senses. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ലെവൽ വ്യത്യാസമാണ്. ഇപ്പോൾ ഒരാൾ പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ പെർസീവ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മൾ ബൈക്കിൽ ഒരിടത്ത് ട്രിപ്പ് പോകും. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ദാഹിച്ചു. അപ്പം വഴിയിൽ നമുക്ക് ഒരു ചെറിയൊരു കട കണ്ടു, ഒരു നാരങ്ങാവെള്ളം വീഴും. അപ്പോൾ ചിലപ്പോൾ ഒരാൾ അവിടെ കയറി കുടിക്കും. വേറെ ആൾ പോകുമ്പോൾ ഒരു ബേക്കറിയിലായിരിക്കും കയറുന്നത്, വേറെ ആൾ കയറുന്നത് ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും കയറുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻ. നമ്മൾ ചിലപ്പോൾ ഒരു വഴി കാണുന്ന ഒരു ബോർഡ്, അപ്പം ഓരോരുത്തരും പെർസീവ് ചെയ്യുന്ന രീതി പല രീതിയിലായിരിക്കും. ദാറ്റ്സ് എ പെർസെപ്ഷൻ വാല്യൂ. നെക്സ്റ്റ് വൺ വരുന്നത് ലേണിംഗ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളെ പ്രോഡക്റ്റ്, ഇപ്പോൾ നമുക്കൊരു ചെറിയ ജലദോഷം വന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പാരസെറ്റമോൾ നമ്മൾ എടുത്ത് കഴിയും. എന്തിനാ? ദാറ്റ്സ് എ ബിഹേവിയർ. അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബൈയിങ് ബിഹേവിയേഴ്സിനെയാണ് ദ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ത്രൂ ലേണിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, കൺവിക്ഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ഓൺ സംതിങ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവാം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ മനസ്സിൽ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഷർട്ട് ടക്കിൻ ചെയ്ത് ഫുൾ സ്ലീവ് ഇട്ട് ഷൂസ് ഇട്ട് മുടി കോംബ് ചെയ്ത് ഇവിടത്തേക്ക് പോകണം. സോ ദാറ്റ്സ് എ ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പം ഓരോ നമ്മുടെ ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയർ. ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയറിനകത്ത് 4 ടൈപ്പാണ് വരുന്നത്. ഒന്ന് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ, ദെൻ വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ, ദെൻ ഡിസണൻസ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ, ദെൻ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. അപ്പം ഈ 4 ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ സബ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ പ്രോഡക്റ്റുകൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇല്ല. പിന്നെ നമ്മൾ പ്രോഡക്റ്റ് മേടിക്കാൻ നേരത്തെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല, ഒത്തിരി കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബൈയിങ് ബിഹേവിയർ വരുന്നത് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയറാണ്. സോ നമ്മൾ ഒരു കാറിൻ്റെ ബൈയിങ് ബിഹേവിയർ, നമ്മളൊരു കാർ എടുക്കാൻ പോകും. സോ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി റിവ്യൂസ് കാണും, എല്ലാ പ്രോഡക്റ്റ് ഇഷ്ടംപോലെ ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ്. അപ്പോൾ നമുക്ക് ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഈ ഓരോ ബ്രാൻഡ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും ഉണ്ട്. സോ നമ്മുടെ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് ദർ ഇസ് ആൻ ഹൈ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. എന്താ ഹൈ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഹൈ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, കുറേ റിവ്യൂസ് എടുത്ത് വായിച്ച് നോക്കും, കുറേ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തും. സോ ദർ ഇസ് എ ഹൈ ഇൻവോൾവ്മെന്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് ആൻഡ് ഓൾസോ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്രാൻഡ്സ്. അപ്പം അങ്ങനെയുള്ള ബൈയിങ് ബിഹേവിയറാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് നമ്മൾ പറയുന്നത്. സോ സെക്കൻഡ് വൺ വരുന്നത് റെഡ്യൂസിങ് അല്ലെങ്കിൽ ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയും. സോ അതിനകത്താണ് ഹൈ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പക്ഷെങ്കിൽ ദർ ഇസ് ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്രാൻഡ്സ്. ഇപ്പം ഒരു ഫർണിച്ചറിൻ്റെ ബൈയിങ് പ്രോസസ്സ് എടുക്കാം. ഫർണിച്ചർ എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ കുറേ കൺസെപ്റ്റ് കാണും. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരണം, നമ്മുടെ റൂമിൻ്റെ സൈസ് ഇതാണ്, നമുക്കതൊരു മോഡേൺ ഫാഷൻ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഫാഷൻ നമ്മുടെ പ്രോഡക്റ്റ് ഫർണിച്ചർ ആയിരിക്കണം, നമുക്ക് ഇത്ര പീസസ് വേണം. ഒത്തിരി ഈ ഹൈ ഇൻവോൾവ്മെന്റ്, നമ്മുടെ മനസ്സിലെ ഐഡിയാസ്, ഒരു ആർട്ട്, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഹൈ ഇൻവോൾവ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദർ ഇസ് ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയും. 1-2 ബ്രാൻഡേ ചിലപ്പോൾ കാണത്തുള്ളൂ, അതിനകത്ത് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് എ ഡിസണൻസ് ഓർ റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. നമുക്ക് ഫ്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് ആൻഡ് ലോ ഇൻവോൾവ്മെന്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ആണ്. ഇപ്പം മിൽക്ക് എടുക്കാം. മിൽക്കിനകത്ത് ഒത്തിരി ബ്രാൻഡ്സ് ഒന്നും അവൈലബിൾ അല്ല. മിൽമ, അമുല, അങ്ങനെ 1-2 ബ്രാൻഡേ ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പം കസ്റ്റമേഴ്സിന് ആദ്യം ഡിഫറൻസ് ഒന്നും സീക്ക് ചെയ്യുന്നില്ല, കിട്ടുന്ന ഒരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് എ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. അത് നോർമലി ചിലപ്പോൾ ഹാബിച്വൽ പ്രോസസ് ആയിരിക്കും, ചിലപ്പം സ്ഥിരമായിട്ട് ഒരു സെയിം സാധനം തന്നെ ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള പ്രോസസ്സിനാണ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. അതിന് മിൽക്ക് ഒരു എക്സാമ്പിൾ. പിന്നെ വരുന്നത് വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ലോ ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ നമുക്ക് സോപ്പ് മേടിക്കാം. സോപ്പ് മേടിക്കണം, നമ്മൾ ഒത്തിരി റിസർച്ചൊന്നും ചെയ്തില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും, പക്ഷേങ്കിൽ അവിടെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഴ്സ് എടുത്തു, സോ ഈ പ്രാവശ്യം നമുക്ക് ലെക്സ് എടുക്കാം. സോ ഒത്തിരി ചിന്തിക്കലും കാര്യങ്ങളൊന്നുമില്ല,
There is low involvement, but there is significant difference between the brands. Soap, shoes, അതെല്ലാം വരുന്ന ഒരു variety seeking buying behavior നെ ബേസ് ചെയ്തുകൊണ്ടാണ്. So types of buying behavior നാലാണെന്ന് പറഞ്ഞു. ഒന്ന് complex buying behavior, where there is high involvement of customers and significant difference between the brands. Second is dissonance അല്ലെങ്കിൽ reducing buying behavior, where there is few difference between the brands and high involvement of the customers. Next is habitual buying behavior, where are few difference between the brands and low involvement. Then variety seeking buying behavior, where there is significant difference between the brands and low involvement of the customer. Next is buyer decision process ആണ്. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ കസ്റ്റമർ ഡിസിഷൻ സെലക്ട് ചെയ്യുന്നത്? അതിനകത്ത് the steps in consumer decision making process ആണ്. First one is 5 steps ആണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓർ നീഡ് റെക്കഗ്നിഷൻ. സെക്കൻഡ് വൺ ഇസ് ഇൻഫോർമേഷൻ റിസർച്ച്. തേർഡ് വൺ ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ. ദെൻ പർച്ചേസ് ഡിസിഷൻ. ദെൻ ഫൈനലി പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അപ്പോൾ ഈ 5 സ്റ്റെപ്പിലൂടെ ആയിരിക്കും നോർമലി ഒരു കസ്റ്റമറിന്റെ ബൈയിങ് ബിഹേവിയർ നമുക്ക് പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം അല്ലെങ്കിൽ നീഡ് റെക്കഗ്നീഷൻ. അപ്പം എന്താണ് കസ്റ്റമറിൻ്റെ നീഡ്? ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകണം, എന്താണ് കസ്റ്റമറിൻ്റെ നീഡ്? ചിലപ്പം ഫങ്ഷണൽ നീഡ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു പുതിയ ലാപ്ടോപ്പ് വേണം, നമുക്ക് ലാപ്ടോപ്പ് ഇല്ല, നമ്മുടെ കോളേജിലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം, ഈ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ബേസിക് നീഡായിട്ട് നമ്മൾ ഒരു ലാപ്ടോപ്പ് മേടിക്കണം. ദാറ്റ്സ് ഫസ്റ്റ് ഫങ്ഷണൽ നീഡ്. സെക്കൻഡ് വൺ വരുന്നത് സോഷ്യൽ നീഡാണ്. നമുക്ക് ലാപ്ടോപ്പ് എടുക്കണം. അപ്പോൾ ലാപ്ടോപ്പ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഹയർ ലെവൽ നമുക്ക് ഗെയിം കളിക്കണം. ബേസിക് നീഡ്സ് ഉണ്ട്, ബേസിക് നീഡ്സ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് എന്താ? നമുക്ക് ഗെയിം കളിക്കണം, നല്ല പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടർ ആയിരിക്കണം. പിന്നെ ചിലന്ന് ആളുകൾ കാണുമ്പോൾ നമ്മുടെ ലാപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. സോ വി മേ പ്രിഫർ ഒരു മാക് ബുക്ക് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ സോഷ്യൽ നീഡ്. അടുത്ത സെഗ്മെന്റിലേക്ക് വരും സോഷ്യൽ നീഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നീഡ് ഫോർ ചേഞ്ച്. നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു ലാപ്പ് ഉണ്ട്, ആ ലാപ്പ് പെർഫോമൻസ് പോരാ, സോ വി ഹാവ് ടു ചേഞ്ച്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ലാപ്ടോപ്പിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. സോ വാട്ട് ഈസ് അവർ കറണ്ട് നീഡ്? നമ്മുടെ നീഡ് എന്താണ് എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒരു ബൈയിങ് ഡിസിഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ നീഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. സെക്കൻഡ് ഉള്ളത് ഇൻഫോർമേഷൻ സെർച്ച് ആണ്. നമുക്ക് ഈ ഒരു പറഞ്ഞ പ്രോഡക്റ്റ് മേടിക്കണം, ലാപ്ടോപ്പാണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാപ്പ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലാബ്സിനെ പറ്റി ഒക്കെ നമ്മൾ സ്റ്റഡി നടത്തും, റിസർച്ച് നടത്തും, കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തും. ദാറ്റ്സ് ഇൻഫോർമേഷൻ സെർച്ച്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ഈ ഓരോ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഇൻഫോർമേഷൻസ് എടുക്കും. ദെൻ തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കുറേ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മൾ പോകും. ദാറ്റ്സ് എ പർച്ചേസ് ഡിസിഷൻ. പർച്ചേസ് ഡിസിഷൻ വരുന്നത് നമ്മൾ ഇന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാക് ബുക്ക് നമ്മൾ മേടിക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മേടിക്കാനുള്ള ഡിസിഷൻ എടുത്തു. അവിടെയാണ് ദ ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത്, ദ പർച്ചേസ് ഡിസിഷൻ. സോ നമ്മൾ നീഡ് ഐഡന്റിഫൈ ചെയ്തു, ഇൻഫോർമേഷൻസ് കണ്ടുപിടിച്ചു, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. ഈ കുറേ ഡീറ്റെയിൽസ് എടുത്തപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം തമ്മിൽ ഇവാലുവേറ്റ് ചെയ്തു. ദെൻ പർച്ചേസ് ഡിസിഷൻ, നമുക്ക് ഇന്ന പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചത് ഒരു ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ്, i5 പ്രോസസ്സറുള്ള ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. സോ നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചു, നമ്മളൊരു സ്റ്റോറിൽ ചെന്നു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. ദെൻ ലാസ്റ്റ് സ്റ്റേജ് വരുന്നതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ആഫ്റ്റർ സർവീസ്, അവരുടെ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഓക്സിജൻ്റെ ഒരു ഷോറൂമിൽ ചെന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ ലാപ്ടോപ്പ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ സർവീസ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വി ഡോണ്ട് പ്രിഫർ ദ ഓക്സിജൻ ഷോറൂം. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷന് ചെന്നപ്പോൾ നമുക്ക് നല്ല പ്രിഫറൻസ് കിട്ടി, നമുക്ക് ഇഷ്ടംപോലെ ഓഫേഴ്സ് കിട്ടി, they were customer friendly. So next time നമ്മൾ ഒരു പർച്ചേസ് പോകുമ്പോൾ we go for the same shop. സോ അതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. സോ ഈ ഓരോ ഫാക്ടേഴ്സ് നമ്മുടെ കൺസ്യൂമറിന്റെ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്. നീഡ് റെക്കഗ്നിഷൻ, ഇൻഫോർമേഷൻ റിസർച്ച്, ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ, പർച്ചേസ് ഡിസിഷൻ ആൻഡ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. നെക്സ്റ്റ് ഇസ് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ പുള്ളി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിനകത്ത് ഒരു പിരമിഡ് പോലെ ഒരു 5 സ്റ്റേജസ് ഓഫ്
ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റേജ് ഏറ്റവും ബോട്ടം നിന്നാണ് തുടങ്ങുന്നത്. സർവൈവൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്. സെക്കൻഡ് വരുന്നത് സേഫ്റ്റി ആൻഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്. തേർഡ് സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് ഫൈനൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഈ ഓരോ സ്റ്റേജ് സാറ്റിസ്ഫൈ ചെയ്താണ് മുകളിലേക്ക് ആളുകളുടെ നീഡ് ഓഫ് ഹയറാർക്കി കയറി പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സർവൈവൽ നീഡ്സ്, നമ്മുടെ ബേസിക് നീഡ്സ് ആണ്, നമ്മുടെ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ബേസിക് നീഡ്സ്? നമ്മുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ദ ബേസിക് ഹങ്കർ, തേഴ്സ്റ്റ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഒരു പർച്ചേസിങ്ങിന് പോകത്തുള്ളൂ. ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം, അവർ മാത്രമേ സെക്കൻഡ് നീഡിലേക്ക് പോകത്തുള്ളൂ. സെക്കൻഡ് ഈസ് ദ സേഫ്റ്റി നീഡ്സ്. എന്താണ് സേഫ്റ്റി നീഡ്സ്? ടു ഹാവ് എ സെക്യൂർ വർക്കിംഗ് എൻവയോൺമെന്റ്. ഇൻകം ഉണ്ടായിരിക്കണം, സേഫായിട്ട് വീട് ഫാമിലി സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻകം ഉള്ള ഒരു ജോലി ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്, സേഫ്റ്റി സെഗ്മെന്റ് എന്ന്. തേർഡ് വന്ന് സേഫ്റ്റി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് നീഡിലേക്ക് പോവുക, സോഷ്യൽ നീഡ്സിലേക്കാണ് പോകുന്നത്. നീഡ് ടു ബി അക്സെപ്റ്റഡ് ബൈ വേരിയസ് ഗ്രൂപ്പ്. സോഷ്യൽ നീഡ്സ് ആണ് തേർഡ് സ്റ്റേജ് വരുന്നത്. അപ്പം നോർമലി സൊസൈറ്റി ആയിട്ട് ഒരു ലിങ്ക് വരും. ഇപ്പം പുള്ളി ഒരു ക്ലബിൽ പോയി ജോയിൻ ചെയ്യുന്നു, അപ്പം ഒരു സോഷ്യൽ നീഡ്. അപ്പം ഈ സോഷ്യൽ നീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് സെൽഫ് എസ്റ്റീം സ്റ്റേജ്, നീഡ് ടു ബി സെൽഫ് റെസ്പെക്റ്റഡ്. അപ്പം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളുടെ പർച്ചേസ് ബിഹേവിയർ ആ രീതിയിലായിരിക്കും വരുന്നത്. സോ ഫൈനലി വരുന്നത് ദ മാക്സിമം സ്റ്റേജ് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ് ആണ്. ദാറ്റ്സ് എ നീഡ് ടു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി. ദ മാക്സിമം സ്റ്റേജ് ആണ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ്. അപ്പം ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓൺ ചെയ്യുക, അപ്പം അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്, സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ്. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇതിനകത്ത് 2 വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് കൂടെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഐഡിയ കിട്ടും. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കസ്റ്റമറിന്റെ ബൈയിങ് ഡിസിഷന്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന്റെ ബൈയിങ് ഡിസിഷനാണ്. നെക്സ്റ്റ് ഒന്ന് വരുന്നത് ഓർഗനൈസേഷണൽ ബൈയിങ് പ്രോസസ്സ്. ഒരു കമ്പനിയുടെ ബൈയിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിൽ മെയിൻലി 8 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രോബ്ലം റെക്കഗ്നീഷൻ. വാട്ട് ഇസ് എ നീഡ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രോബ്ലം. ഇപ്പോൾ കമ്പനിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. സോ വി ഹാവ് ടു ഇംപ്ലിമെന്റ് ന്യൂ മെഷീനറീസ് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ CNC മെഷീൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ വി ഹാവ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. സോ സെക്കൻഡ് ഈസ് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് നീഡ്. നമുക്ക് എന്താണ് നമ്മുടെ നീഡ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ദെൻ തേർഡ് കൊണ്ട് വരുന്നത് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ. നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണ് മേടിക്കാൻ പോകുന്നത് അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഫോർത്ത് വൺ സപ്ലയർ സെർച്ച്. വി ഹാവ് ലോട്ട് ഓഫ് സപ്ലയേഴ്സ്. ഇതിനകത്ത് നമ്മുടെ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് എല്ലാ കൊട്ടേഷൻസ് മേടിക്കുന്നു. ഫിഫ്ത്ത് വൺ അക്വിസിഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പ്രപ്പോസൽ. നമുക്ക് കിട്ടിയ കൊട്ടേഷൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുക. ഇതിലേതാണ് നമുക്ക് കമ്പനിക്ക് ബെനിഫിറ്റ് ഏതാണെന്ന് നോക്കി നമ്മൾ അതിന്റെ പ്രപ്പോസൽസ് എല്ലാം അനലൈസ് ചെയ്തു. സിക്സ്ത് സ്റ്റെപ്പ് വരുന്നത് സപ്ലയർ സെലക്ഷൻ. ആഫ്റ്റർ ദ അനാലിസിസ് വി ഗോ ഫോർ ദ സപ്ലയർ സെലക്ഷൻ. ഇതിനകത്ത് ഏതാണ് ദ ബെറ്റർ സപ്ലയർ, നമുക്ക് ഏത് സപ്ലയറിന് അടുത്തു നിന്ന് ഓർഡർ ചെയ്താൽ കറക്റ്റ് സമയത്ത് കിട്ടും, ഏതാണ് നമുക്ക് ബെറ്റർ ഓഫേഴ്സ് വരുന്നത്, ആരുടെയാണ് നല്ല പ്രോഡക്റ്റ്, ആരുടെയാണ് ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ സപ്ലയറിന്റെ സെലക്ഷൻ നടത്തുന്നത്. സെവൻത് വൺ സെലക്ഷൻ ഓഫ് ഓർഡർ റുട്ടീൻ. അപ്പം ഒരു ഓർഡർ നമ്മൾ കൊടുത്തു, ചിലപ്പം റോ മെറ്റീരിയൽസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽസ് ആണെങ്കിൽ അടുത്ത ഓർഡർ എപ്പോഴാണ് കൊടുക്കേണ്ടത്, അപ്പം അങ്ങനെയുള്ള ഓർഡർ റുട്ടീനെ പറ്റിയുള്ള സെലക്ഷൻ എടുക്കുക. ദെൻ ഫൈനലി പെർഫോമൻസ് റിവ്യൂ. നമ്മൾ ആ സപ്ലയറിന്റെ പെർഫോമൻസ് റിവ്യൂ, പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് റിവ്യൂ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം പർച്ചേസിന് വരുമ്പം ഈ പെർഫോമൻസ് റിവ്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കർവ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എക്സ് ആക്സിസിൽ ടൈം വരും, വൈ ആക്സിസിൽ സെയിൽസ് വരും. ഓരോ സ്റ്റേജസിലും എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, സെക്കൻഡ് ഈസ് ഗ്രോത്ത് സ്റ്റേജ്, ദെൻ ഈസ് മച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് ഫൈനലി ഡിക്ലൈൻ സ്റ്റേജ്. ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഗ്രോ ചെയ്യുന്നു, മെച്യൂർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. കുറെ നാൾ കഴിഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ കാരണം ആ പ്രോഡക്റ്റിന് ഇനിയും ആൾക്കാർ മേടിക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോയി. സോ ദ പ്രോഡക്റ്റ് ഗോസ് ഫോർ എ ഡിക്ലൈൻ സ്റ്റേജ്. ഈ ഓരോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസിലും എന്താണ് അവരുടെ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പം അത് ആ പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ഹൈ പ്രൊമോഷൻ, നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഈ പ്രോഡക്റ്റ് മാക്സിമം റീച്ച് കൊടുക്കേണ്ടി വരും. സോ
പ്രൊമോഷൻ്റെ റേറ്റ് നമുക്ക് എപ്പോഴും കൂടുതലായിരിക്കും. സെയിൽസ് ഗ്രോത്ത് പയ്യെ ആയിരിക്കും ഇത് കർവ് കയറി പോകുന്നത്. സോ ദ സെയിൽസ് ഗ്രോത്ത് ഈസ് സ്ലോ ആൻഡ് ദ പ്രൊമോഷൻ റേറ്റ് ഈസ് ഹൈ. സോ ഇവിടെ നമ്മൾ മെയിൻലി രണ്ട് ടൈപ്പ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി, സെക്കൻഡ് ഈസ് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിൽ മാർക്കറ്റ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഹൈ പ്രൈസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പയ്യെ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. ഇപ്പം ഐഫോൺസ് എടുക്കാം. ഐഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ പ്രൈസ് ആയിരിക്കും, പിന്നെ അത് പ്രൈസ് കുറച്ച് കിട്ടും. സോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാക്സിമം പ്രോഫിറ്റ് റിട്ടേൺ ആയിട്ട് കിട്ടണം. അങ്ങനെ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാർക്കറ്റ് പെനട്രേഷനാണ്. മാക്സിമം ആൾക്കാരുടെ അടുത്ത് റീച്ച് കൊടുക്കുക. അങ്ങനെ ആൾക്കാരുടെ ഇഷ്ടം കൂടി അതിൻ്റെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ലോ പ്രൈസിലായിരിക്കും സാധനം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ആൾക്കാർ ആ പ്രോഡക്റ്റ് മേടിക്കും. ആൾക്കാർക്ക് അത് താല്പര്യം വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ ആ പ്രോഡക്റ്റ് മേടിക്കാൻ നമുക്ക് താല്പര്യം വരും. അങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് മാർക്കറ്റിംഗ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ അവർ അവിടുത്തെ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ച് ചിലപ്പോൾ ആദ്യം കൊടുക്കുക. അപ്പം ആൾക്കാർ അവിടെ കയറി അവർക്ക് അവിടെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നോർമലി അവർ പിന്നെ അവിടെ കയറാൻ താല്പര്യപ്പെടും. ദാറ്റ് ഇസ് എ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി. So introduction stage കഴിഞ്ഞു. Second is growth stage. The product begins to grow. The product gains acceptance, demand and sales grow rapidly. പയ്യെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അവിടെ സെയിൽസ് എല്ലാം ഇൻക്രീസ് ചെയ്യുകയാണ്. കോമ്പറ്റീഷൻ കൂടി. സിമിലർ പ്രോഡക്റ്റിലുള്ള കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. ഹൈ പ്രൊമോഷൻ ഈ സ്റ്റേജിലും പ്രൊമോഷൻ റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും, പ്രോഫിറ്റ് ഹൈ ആയിരിക്കും. സോ ഈ ഒരു പീരീഡിൽ എന്തൊക്കെയാണ് നമുക്ക് ഗ്രോത്ത് സ്റ്റേജിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ചിലപ്പോൾ ന്യൂ വേർഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റഡ് ത്രൂ അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി. നമ്മുടെ ബ്രാൻഡിൻ്റെ ഇമേജ് മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ പ്രൈസ് മെയ്ഡ് മോർ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റുമായിട്ട് കമ്പാരിറ്റീവ്ലി ഒരു ഫൈറ്റിംഗ് പ്രൈസ് ആയിരിക്കണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഗെറ്റ് സ്ട്രെങ്തൻ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മാനുഫാക്ചറും കസ്റ്റമറുമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സ്ട്രോങ് ആക്കുക. മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അവർക്ക് വേണ്ട പ്രോഡക്റ്റ് കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുക. ഇതാണ് മെയിൻലി 4 സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത ഗ്രോത്ത് സ്റ്റേജ്. ന്യൂ വെർഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ബ്രാൻഡ് ഇമേജ് മാർക്കറ്റ് ചെയ്യാം, ദെൻ പ്രൈസ് കോമ്പറ്റീറ്റീവ് ആക്കാം, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സ്ട്രെങ്തൻ ചെയ്യണം. സോ നെക്സ്റ്റ് ഈസ് മെച്യൂരിറ്റി സ്റ്റേജ്. ഗ്രോത്ത് റേറ്റ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലാക്കി. സോ അവിടെ പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് ഫോൾസ് ഡ്യൂ ടു ഹൈ കോമ്പറ്റീറ്റീവ് പ്രഷർ. കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഹെവി എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ. കാര്യം സെയിൽസ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും എക്സ്പെൻഡിച്ചർ സെയിൽസിന് പ്രൊമോഷന് വേണ്ടി സെയിൽസ് കൊടുക്കുക. പ്രൊമോഷന് വേണ്ടി നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഹെവി എക്സ്പെൻഡിച്ചർ ആയിരിക്കും. സോ ട്രൈ ടു മോഡിഫൈ ആൻഡ് ഇംപ്രൂവ് ദ പ്രോഡക്റ്റ്, ടു ഡെവലപ്പ് ന്യൂ യൂസേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ്. സോ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ മെച്യൂരിറ്റി സ്റ്റേജിൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 3 സ്ട്രാറ്റജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒന്ന് മോഡിഫൈങ് ദ മാർക്കറ്റ്, ദെൻ മോഡിഫൈങ് ദ പ്രോഡക്റ്റ്, മോഡിഫൈങ് ദ മാർക്കറ്റിംഗ് മിക്സ്. നമ്മുടെ കൺസ്യൂമേഴ്സ് എത്തിയിട്ടില്ലാത്ത, നമ്മുടെ പ്രോഡക്റ്റ് എത്താത്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് എ മോഡിഫൈങ് മാർക്കറ്റ്. ദെൻ മോഡിഫൈങ് പ്രോഡക്റ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പുതിയ യൂസേഴ്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പുതിയ വേർഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ മോഡിഫൈങ് ദ മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ 4 മാർക്കറ്റിംഗ് മിക്സ് പറഞ്ഞു. പ്രൈസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, പ്ലേസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലേസ്, പ്രൊമോഷൻ സ്ട്രാറ്റജീസ്, ഇതെല്ലാം നമുക്ക് ഈ ഇംപ്രൂവ് ചെയ്ത് നമുക്ക് മോഡിഫൈങ് ദ marketing mix. The final stage of the product life cycle is the decline stage. അപ്പം maturity stage കഴിഞ്ഞു, പ്രോഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, നമുക്ക് സെയിൽസ് കുറഞ്ഞു, കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനോട് താല്പര്യം കുറഞ്ഞു വന്നു. എന്തുകൊണ്ടാവാം? മേ ബി ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. പുതിയ അഡ്വാൻറ്റേജസ് ഉള്ള ന്യൂലി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇറങ്ങി, കസ്റ്റമറിന്റെ ടേസ്റ്റ് മാറി, കോമ്പറ്റീഷൻ ഇംപ്രൂവ് ചെയ്തു. ഇതെല്ലാം കൊണ്ട് ഒരു പ്രോഡക്റ്റ് നോർമലി ഡിക്ലൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവിടെ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഡിക്രീസസ്. സോ ഈ ഒരു സ്റ്റേജിൽ എന്താണ് മാർക്കറ്റ് ചെയ്യേണ്ടത്? അപ്പം അവിടെ 4 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മൾ പ്രോഡക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാം. മാക്സിമം ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകിച്ച് പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് മെയിൻറ്റെയിൻ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ മിൽക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ പ്രോഡക്റ്റിനെ ആ സ്റ്റേജിൽ തന്നെ അധികം പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാം. മേടിക്കുന്നവർ മേടിക്കട്ടെ. മാക്സിമം പുതിയ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ല, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ നമ്മൾ മാക്സിമം സെയിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെയാണ് തേർഡ് വരുന്ന ഫേസ്ഡ് വിഡ്രോവൽ. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും, ഇന്ന ഡേറ്റിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ വിഡ്രോ ചെയ്യും.
വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ടൈമിലേക്കുള്ളിൽ മാക്സിമം ആ പ്രോഡക്റ്റ് സെയിൽ നടത്തുക. ഇപ്പം നമ്മൾ BS4 എൻജിൻസ് ഇപ്പം BS6 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇന്ന ഡേറ്റിനുള്ളിൽ ആ BS4 അറ്റ് ലോവർ പ്രൈസ് നമുക്ക് മേടിക്കാവുന്ന ഒരു ആഡ് കൊടുത്തു. അപ്പം ഫേസ്ഡ് വിഡ്രോ, ഇന്ന ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കോൺട്രാക്ടിങ് ഔട്ട് ഓർ സെല്ലിങ്, നമ്മുടെ പ്രോഡക്റ്റിനെ വേറെ കമ്പനിക്ക് നമ്മൾ വിൽക്കുക, ബാക്കി അവർ അതിൻ്റെ സെയിലും കാര്യങ്ങളും എല്ലാം എടുക്കാം. സോ വി ആർ നോട്ട് കണ്ടിന്യൂയിങ് വിത്ത് ദ പ്രോഡക്റ്റ്. അതാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്.